പ്രിയമുള്ളവരെ, ഇന്ന് നാം 786 എന്ന നമ്പറിൻ്റെ സവിശേഷതയെക്കുറിച്ചാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. എനിക്കിതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. നാം ഇങ്ങനെ കേൾക്കുന്നു, അതൊരു ഭാഗ്യ നമ്പറാ എന്ന് കേൾക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ പഠിക്കാൻ ശ്രമിച്ചു. അതിൻ്റെ വെളിച്ചത്തിലാണ് എനിക്ക് ഈ നമ്പർ കിട്ടിയത്, ഈ നമ്പറിൻ്റെ ഈ വിവരങ്ങളെല്ലാം ലഭിച്ചത്. ഇതെങ്ങനെ ഒരു സൗഭാഗ്യ നമ്പറായി എന്നതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിൻ്റെ ചുരുക്കമായി നമുക്ക് ഓൺലൈനിലും കിട്ടും. ഗൂഗിളിൽ പോയി നോക്കിയാൽ ഓൺലൈനിലും നമുക്ക് കിട്ടുന്നു. എന്തായാലും 786 ഈസ് an Arabic numeric value that denotes Bismillah al-Rahman al-Rahim, the opening phrase of the Holy Quran. It translates as, "In the name of Allah, the most merciful and mercy beneficent." 786 is basically driven from the series of Arabic numerology called Abjad. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുക. വാസ്തവത്തിൽ 786 എന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ മിയാമി ഡേഡിൻ്റെ ഏരിയ കോഡാണ്. പലരും തങ്ങളുടെ ഫോൺ നമ്പറിലും വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റിലും ഒക്കെ തന്നെ 786 എന്ന നമ്പർ ലഭിക്കുന്നതിന് വേണ്ടി ലക്ഷങ്ങൾ മുടക്കാറുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. കൂടുതലായിട്ടൊന്നും എനിക്കറിയില്ല, ഞാൻ കേട്ട് കേൾവിയുള്ളൂ. കാരണം അത്ര സൗഭാഗ്യമായ നമ്പറാണ് 786. എന്നാൽ അടുത്തിടെ 786 ആരംഭിക്കുന്ന പുതിയ 2000 കറൻസി നോട്ടിൻ്റെ 2000 കഴിഞ്ഞു പോയി ഒരു ശ്രേണിയുടെ വില 100 രൂപയാണ് എന്നാണ് കാണുന്നത്. ഈ ബേയിൽ 15 ലക്ഷം രൂപ വിൽപ്പനയ്ക്ക് ആണ് ഇത് വെച്ചിട്ടുള്ളത്. എന്നിരുന്നാലും ഭൂരിഭാഗം ആളുകളും ഭാഗ്യം ആകർഷിക്കുന്നതിന് ഈ നമ്പർ സൂക്ഷിക്കുന്നുണ്ട്. 786 ഇസ്ലാമിൽ ഖുർആനിൻ്റെ പ്രാരംഭവാക്യമായ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബിസ്മില്ലാ അൽ റഹ്മാൻ അൽ റഹീം എന്നത് സൂചിപ്പിക്കുന്ന ഒരു അറബി സംഖ്യ മൂല്യമാണ് എന്നാണ്. ഇത് പരമകാരുണികനായ അല്ലാഹുവിൻ്റെ നാമത്തിൽ എന്നാണ് വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. 786 അടിസ്ഥാനപരമായി അബ്ദജ് എന്ന അറബി സംഖ്യാശാസ്ത്രത്തിൻ്റെ പരമ്പരയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. 786 എന്ന നമ്പർ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ഏറ്റവും പ്രചാരമുള്ളതാണ്. പരക്കെ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. എന്നാൽ ബിസ്മില്ല എന്നത് 786 നിന്നും ഉടലെടുത്തതെന്ന് വ്യാഖ്യാനിക്കാൻ മുസ്ലിം പണ്ഡിതന്മാർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് അറിയുന്നത്. ഇംഗ്ലീഷ് അക്ഷരമാല എ മുതൽ സെഡ് വരെയാണല്ലോ. അതുപോലെ അറബി അക്ഷരമാലകൾ ക്രമീകരിച്ചിരിക്കുന്നതും അലിഫിൽ നിന്നാണ്. ഖൈൻ വരെയുള്ള സംഖ്യ 1000. അക്ഷരമാല ക്രമീകരിക്കുന്ന ക്രമത്തെ അബ്ജദ് എന്നാണ് വിളിച്ചിരിക്കുന്നത്. അബ്ജദ്, ഹവാസ്, ഹുട്ടി, കലമാൻ, സഹവാസ്, ഖർഷത്ത്, സഖാസ്, സാസ. ഈ സംഖ്യയുടെ ഗണിതക്രമം ബ 2, കണ്ടു 60, മീം 40, അലിഫ് 1, ലാം 30, ഹ 5, റ 200, ഉച്ച 50. ഇങ്ങനെ ഇത് ഓൺലൈനിൽ നിന്നാണ് ഞാൻ ശേഖരിച്ചത്. വലുതും ചെറുതുമായി ക്രമീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ സംഖ്യാ മൂല്യങ്ങളെല്ലാം ചേർത്താൽ ആകെ തുക 786 ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ബിസ്മില്ല അൽ റഹ്മാൻ അൽ റഹീം എന്ന പദത്തിൻ്റെ സംഖ്യാരൂപമായി 786 ആണ്. എന്നാൽ ഒരു വിഭാഗം മുസ്ലിങ്ങൾ 786 ഹറാം എന്നും വിശ്വസിക്കുന്നുണ്ട്. ഹൈന്ദവ മതത്തിൽ 786 എന്ന നമ്പർ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ എന്നിവരെ പ്രതിനിധീകരിക്കുന്നു.
അതായത് ത്രിമൂർത്തികളെ. 7-ാം നമ്പർ അത് ബ്രഹ്മാവിൻ്റെ നമ്പറാണ്. വിഷ്ണുവിൻ്റേത് 6, ശിവൻ്റെ നമ്പർ 7 അപ്പോൾ ധർമ്മ അനുയായികളുടെ അഭിപ്രായത്തിൽ 786 എന്ന് പറഞ്ഞാൽ ഓം എന്ന ആ വാക്കാണ്. അപ്പോൾ ഓം എന്ന് പറഞ്ഞാൽ 786 എന്നാണ് ഹിന്ദു മതശാസ്ത്രപ്രകാരം വിശ്വസിക്കുന്നത്. അപ്പോൾ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരുപോലെ ഒരു വിശുദ്ധ ഹോളി നമ്പറാണ് 786. എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.